ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എനിക്ക് എഫക്റ്റീവായിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇനി 10th ഞാൻ ഈ പറയുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ടിപ്പ് നമ്പർ 1. 10th ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഓഫ്ലൈൻ ട്യൂഷനോ ഓൺലൈൻ ട്യൂഷനോ പോകുന്നവരായിരിക്കും. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ട്യൂഷനിൽ മാത്സ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നമ്മൾ പഠിക്കുക. 9th ഞാൻ അന്നാന്ന് ടോപ്പിക്സ് അന്നാന്ന് തന്നെ പഠിക്കാതെ പോയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ലോഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നാന്ന് പഠിക്കുന്നത് ഒരു നല്ലൊരു മെത്തേഡാണ്. ടിപ്പ് നമ്പർ 2. ഒരു 5 hour നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ഒരു 50 minutes പഠിച്ചിട്ട് അതിലൊരു 10 minute ബ്രേക്ക് എടുക്കുക. അങ്ങനെ 3 പ്രാവശ്യം, അതായത് 3 മണിക്കൂർ നമ്മൾ ഡെയിലി പഠിച്ചാൽ മതി. ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മൾ പഠിക്കാനിരുന്നിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് എണീറ്റ് ഒന്ന് റിലാക്സ് ആവുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മൾ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ആ ഒരു 10 minutes നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്ത് ആ ഒരു വഴിക്ക് അങ്ങോട്ട് പോകരുത്. ആ ഒരു 10 minutes കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പഠിക്കാനായിട്ട് ഇരിക്കുക. ഇത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 3 hours ഡെയിലി നമ്മൾ പഠിച്ചാൽ മതി. ടിപ്പ് നമ്പർ 3. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കുക. അതായത് നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് ഫോൺ വയ്ക്കാതിരിക്കുക. അടുത്തതാണ് ടിപ്പ് നമ്പർ 4. നമ്മുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചുമരിനോടോ കസാരയോടോ നമ്മൾ എന്ത് ചെയ്യുക, ആ പഠിച്ച കാര്യം പറഞ്ഞു നോക്കുക. നമ്മൾ വായിച്ചാലോ കാണാതെ പഠിച്ചാലോ നമ്മുടെ ബ്രെയിനിൽ നിൽക്കണമെന്നില്ല. നമ്മളൊരാൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ അത് സേവ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട് പറ്റും. ടിപ്പ് നമ്പർ 5. ആക്റ്റീവ് റീകോൾ. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ബുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നുകിൽ പറയുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വെള്ള പേപ്പറിൽ എഴുതുകയോ ചെയ്യാം. ടിപ്പ് നമ്പർ 6. പഠിക്കുമ്പോൾ നിങ്ങൾ എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വായിക്കുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് തന്നെ തലയിൽ കയറും. ടിപ്പ് നമ്പർ 7. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമോ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ടിപ്പ് നമ്പർ 8. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നമ്മളിപ്പോൾ 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിപ്പോൾ 1 മണിക്കൂറാണെങ്കിലും ആ ഒരു പഠിക്കുന്ന സമയം നമ്മൾ നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇത്രയും ടിപ്സാണ് ഉള്ളത്. ഈ ഒരു ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇനി എങ്ങനത്തെ വീഡിയോസ് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ എല്ലാവർക്കും ബൈ.